ഇന്ന് കൊടുക്കാനുള്ള പച്ചക്കറികൾ പറിച്ചെടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഉമ്മയും ഞാനും ഉണ്ട്. ഇന്ന് കുറച്ച് കൂടുതൽ നമുക്ക് മുളക് വിളവെടുക്കാനുണ്ട്. ഉമ്മതാ അവിടെ നമ്മൾ ചട്ടിയിലും ചട്ടിയിൽ അധികം ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ നട്ട പച്ചമുളക് പറിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഞാനിത് അവിടെ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. സോളാർ ബീൻസ് ഇത് കുറച്ചേ ഉള്ളൂ. ഉമ്മ ഒരു ചോട് സോളാറിന്റെ ബീൻസ് ഇങ്ങനെ ഗ്രോ ബാഗിൽ നട്ടിട്ട് നമ്മളെ വയലറ്റ് പേരയൊക്കെയാണ് പടർന്ന് കയറിയിട്ടുണ്ട്. നല്ല സോളാറിന്റെ ബീൻസ് ആയതുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. പിന്നെ നമുക്ക് കോവൽ പറിക്കാനുണ്ട്, കുറച്ച് ചീര വിളവെടുക്കാനുണ്ട്. അപ്പം എല്ലാം ഇന്ന് കൊടുക്കാനുള്ളതായിരിക്കും. പിന്നെ വീട്ടാവശ്യത്തിനൊക്കെ ആയിട്ടുള്ളൊരു വിളവെടുപ്പാണ്. കാലാവസ്ഥന്റെ കാര്യം പറയേണ്ട, രാവിലെ ചെറിയൊരു മഴയൊക്കെ ചാരി. അതുകൊണ്ട് നമ്മുടെ തേങ്ങ എങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ആകെ നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഇന്നലെയാണ് ഒരു വെയിൽ കിട്ടിയത്. അത് നല്ല തെറ്റില്ലാത്ത വെയിലിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഇന്നും പറഞ്ഞ് ഇന്നത്തെ വെയിലൊക്കെ ആയാലും തേങ്ങ പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്രയറിലിട്ടൊന്ന് ഉണക്കേണ്ട, നല്ല വെയിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് തിരിച്ച് കാലാവസ്ഥ മാറി മൂടിക്കെട്ടായിട്ടുണ്ട്. ഇടയ്ക്കൊരു വെയിൽ ഇങ്ങനെ പുറത്ത് ചാടാൻ നോക്കുന്നുണ്ട് നമ്മുടെ സൂര്യന്. അപ്പോഴത്തേക്ക് ഒരു മങ്ങൽ വരികയാണ്. അതുകൊണ്ട് തേങ്ങ ഞങ്ങൾ മുറ്റത്ത് ഇട്ടിട്ടില്ല. മറ്റത് വേഗം രാവിലെ തന്നെ, ഇന്നലെയൊക്കെ രാവിലെ തന്നെ ഇട്ടതുകൊണ്ട് ഞാൻ പറയല്ലോ ഉണക്ക അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാ എല്ലാം കൂടെ വെച്ച് ഇതിന്മേൽ കയറാൻ വയ്യ. നമ്മളെ സോളാർ ബീൻസ് ആയത് കൊണ്ട് പറിക്കാം. അപ്പൊ ഇതിനെന്തോ ഒരു കേടുണ്ടല്ലോ. ഈ വണ്ണം കുറച്ചുകൂടി വരില്ലമ്മ. വണ്ണം ഒരു നീരൂറ്റി കുടിക്കുന്ന ഇതുണ്ടല്ലോ, പ്രാണിയേറ്റ് വന്നുകൊണ്ടാണ്. സോളാർ ഇതിലും തുടിപ്പ് വരും. ഇന്നെ കാണുന്നുണ്ടെങ്കില് മറവിലാണ്. ഇതേണ്ടോ ഒരു പ്രശ്നം കൊണ്ടാണ് നല്ല ഉരുണ്ട് വരുന്നല്ല സോളാർ ബീൻസ്. ഉരുണ്ട് പറഞ്ഞാല് നല്ല അത്യാവശ്യം വണ്ണം ഉണ്ടാവും. ഇത് വണ്ണം കുറഞ്ഞ് കുറച്ച് ആയതൊക്കെ ഉണ്ട് പറിക്കുക. ബീൻസൊക്കെ പിന്നെ നമ്മള് അധികം മൂപ്പാൻ നിൽക്കരുത്. വേഗം ആയതായത് ഇങ്ങനെ പറിച്ച് ഒഴിവാക്കണം. എന്നാലും നമുക്ക് വേഗം അടുത്തൊക്കെ ഇങ്ങനെ കാഴ്ചിട്ടു. പേരൊക്കെ ഉണ്ടോ? ബ്രൗൺ പേരിൽ ഇപ്പൊ പേരൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. പേരക്കൊക്കെ പൊതുവേ പേരക്കിന്റെ ഇലക്കൊക്കെ ഒരു കേടുണ്ട് കേട്ടോ. അതോടെ പിടിച്ചിട്ട മുകളിലൊക്കെ ഒന്ന് പറിക്കട്ടെ. ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. നിങ്ങളത് അങ്ങോട്ടുണ്ടോ? നല്ല മുകളിൽ എത്തിയിട്ടുണ്ട്. കിട്ടോ? ഇതാ ഈ ഇലന്റെ മറവായിട്ട് ഇഷ്ടം പോലെ പൂവുണ്ട് കേട്ടോ പേരക്കയില്. പൂവുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും ആവും. നമ്മള് ഇതൊരു ഓൾ സീസൺ പോലെ ഉണ്ടാകുന്നുണ്ട്. സീസണിൽ മാത്രമൊന്നുമല്ല, നമ്മള് വയലറ്റ് പേര ഉണ്ടാണ്. നല്ല വീണോ? അടിയില് മറ്റേ കിലോ പേരാട്ട കുഴിയുണ്ട്, അതിലും പോയി വീഴല്ലേ. ഇത് നമ്മ കുറച്ചേ ഉള്ളൂ. ഇത് നമ്മക്ക് ഉപ്പേരിക്ക് ഉണ്ടാവുള്ളൂ, കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. മുളക് എന്തായിമ? ഗ്രോ ബാഗിലുള്ള മുളക് കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിലുള്ള ബീൻസ് ഏകദേശം കഴിഞ്ഞ്. അത്രേ ഉള്ളൂ, ഒരു ചോടിന്ന് ഉണ്ടായതല്ലേ. ഇവിടെ കാണുന്നുണ്ടോ? ഇങ്ങനായിട്ട് കാണണ്ടേ. ഇത് അടിയിലാണ് ബീൻസ് ഉള്ളത്, മേലെന്ന് കാണണ്ടേ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഇവിടെ കാണുന്നൊക്കെ പറിച്ചു. ഇവിടെ മൂപ്പായത് പറിച്ചു. അത് ഞാൻ നമ്മളെ സ്റ്റാൻഡിൽ കയറി നിൽക്കുമ്പോ അടിഭാഗം കാണില്ല. ഇവിടെ ആണെങ്കിലോ ഇത് വെക്കാനുള്ള ബുദ്ധിമുട്ട്. ഇവിടെയും ചട്ടി, അവിടെയും ചട്ടി, എല്ലായിടത്തും നമ്മള് പച്ചമുളക് ചട്ടിയിലാക്കി വെച്ചിട്ട് സ്റ്റാൻഡ് ഇവിടെ അങ്ങനെ കുത്തി വെക്കാനുള്ള ഒരു ഗ്യാപ്പില്ല. കണ്ടോ? ഇതൊക്കെ നീരൂറ്റി കുടിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല, സോളാർ മൂപ്പായ പോലെ വിത്ത് വന്നിട്ട്. എന്താ വെച്ചാൽ ഇത് നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രാണി ഉണ്ട്. അത് വന്നിട്ടുണ്ട്. ഇതിമ അങ്ങനെ കാണില്ല. ഒക്കെ രാത്രി സമയത്തല്ലേ എല്ലാരും പണി തരിക. പിന്നെ കിട്ടും. അല്ലാത്ത എന്ത് ചെയ്യുക? ഇതിനൊക്കെ പുകയില കഷായം ഇനി അടിച്ചു കൊടുക്കണം മുകളിൽ കയറി. പക്ഷെ അങ്ങനെ കാണാത്തോണ്ടാണ് ഞാൻ അങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. പക്ഷെ കായ് കണ്ടപ്പോഴാണ് കറക്റ്റ് ആ സംഭവം വന്നിട്ടുള്ളത്. ഇതാണ്ടോ, ഈ ഒരു പ്രായത്തിലൊക്കെ അങ്ങനെ വലിക്കുന്നതുകൊണ്ടാണ് ഇതൊരു അരണ്ട പോലാണ്. കണ്ടോ, ഇതൊക്കെ നമുക്ക് കായ്ച്ച് ലാസ്റ്റ് വരുന്ന ഇതില്ല. പക്ഷെ തുടക്കത്തിലേ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാണുന്നുണ്ടോ? അതൊക്കെ മൂപ്പായ പോലെ ഉണ്ട്. പറിക്കണോ? എന്തായാലും ഒരു ഉപ്പേരിക്കാക്കല്ലേ. അപ്പൊ അത്ര മുളക് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പുറം സൈഡ് പോവാട്ടോ. പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ നടന്നു പോകാനൊക്കെ ഗ്രോ ബാഗും ചട്ടിയൊക്കെ അടുപ്പിച്ച് വെച്ചോണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ഇന്ന് കിട്ടിയ ബീൻസ് കേട്ടോ. ഈ സോളാർ ബീൻസ് പറഞ്ഞാൽ ചിലരൊക്കെ എനിക്ക് എന്തോ വേറെ എന്താ ഐറ്റം അല്ല. നമ്മളെ കർണാടകത്തിൽ കൂടുതൽ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ പച്ചക്കറി കടയിലൊക്കെ വരുന്നില്ലേ, ആ ഐറ്റാണ് ഇത്. പക്ഷെ നല്ല ഒരു വെള്ള ബീൻസ് ആയിരിക്കും കേട്ടോ. വെള്ളം എന്ന് പറഞ്ഞാൽ അധികം പച്ച ഉണ്ടാവില്ല. മറ്റേ നമ്മുടെ നാടൻ ബീൻസ് കുറച്ച് പച്ചയും കുറച്ച് വീതി ഉണ്ടാവും. ഇത് നല്ല ഉരുണ്ടിട്ട വിരല് ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരു ഇത് നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രാണി വരും. അത് കുടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താ പറയാ, വിത്തൊക്കെ ഇങ്ങനെ പൊന്തി വന്ന പോലെ ആയി. പക്ഷെ നല്ല ഉരുണ്ട് നല്ല വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട്. നമ്മുടെ മരുന്നുകൾ കാര്യങ്ങളൊന്നും അടിക്കാത്തതുകൊണ്ട് ഇത് മതി, നല്ല തന്നെയാണ്. ഇതിന്റെ ചോടൊന്ന് കാണിച്ചു കൊടുക്കുക. ഒരു ഗ്രോ ബാഗിൽ നട്ടുണ്ടോ? ഗ്രോ ബാഗിൽ നട്ടിട്ട് ഉമ്മ
രണ്ട് മുളന്റെ കഷ്ണൊക്കെ അല്ല ഇത് മുളന്റെ ഇല്ലിന്റെ കമ്പ് വെച്ച് കൊടുത്തിട്ട് കയറ്റി വിട്ടതാണ്. ഇതിന് പൂവുണ്ടോ, നല്ല വെള്ളപ്പൂവാണ്. നാടൻ ബീൻസിന് റോസ് പൂവാ കേട്ടോ, സോളാറിന് വെള്ളപ്പൂവാണ്. പിന്നെ സോളാറിന് അധികം ഇങ്ങനെ വള്ളി ഉണ്ടാവില്ല കേട്ടോ, വള്ളി പറഞ്ഞാൽ ഇല കുറവായിരിക്കും, കായ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതാണ് കർണാടകത്തിലൊക്കെ ഇത് നല്ല രസമാണ് കാണാൻ, വെറും ഇല ഇല്ലാതെ കായ് മാത്രം ഇങ്ങനെ കാണാം. പക്ഷെ നാടൻ ബീൻസിനെ പോലെയല്ല, 1-2 വട്ടം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നിൽക്കും. നാടനാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കായ്ച്ചോണ്ടേ നിൽക്കും. ഇനി അടുത്ത വിളവെടുപ്പിന് അങ്ങോട്ട് പോവാണ്. പച്ചമുളക് എന്തായി നോക്കട്ടെ മറിച്ചെടുത്ത്. ഇവിടെയുള്ള പച്ചമുളകിന് അങ്ങനെ വാട്ടരോഗം വന്നിട്ടില്ല കേട്ടോ, ഗ്രോ ബാഗിലുള്ള. പക്ഷെ ഞാൻ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെ ചട്ടിയിലുള്ളതിന് കുറച്ച് കൂടുതലാണ്. പിന്നെ വെയിറ്റ് ഉണ്ടല്ലോ, മുളക് നല്ല മൂപ്പായിട്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. നല്ല സിറ ഇനത്തിൽപ്പെട്ട മുളകൊക്കെ തന്നെ, അതുകൊണ്ട് എന്തായി വാട്ടരോഗം കുറച്ച് കൂടുതലും ആയിപ്പോ ഈ ഇനായതുകൊണ്ട്. ഇനി അങ്ങോട്ട് പോകാം. ഇതൊക്കെ ഗ്രോ ബാഗിൽ നട്ടതിനാണ്. കോവലും പറിക്കാണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഉപ്പേരിക്ക് നമ്മൾ അതിനുള്ളതായിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് കുറച്ച് സങ്കടമുള്ള കാഴ്ചതാ. പിന്നെ നമ്മള് ഇവിടുത്തെ ചട്ടികളൊക്കെ ഒഴിവായിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ച്, പിന്നെ ഇതാ രോഗം വന്നിട്ടുണ്ട്. 1-2 ചട്ടിയിൽ പിന്നെയും പോയി. അത് നോക്കണ്ട, ഇനി മൈൻഡ് ചെയ്ത് കാര്യമില്ല. ഇനി ഇഷ്ടംപോലെ മുളകുണ്ട്, മുളക് കാണിച്ചു കൊടുക്കുന്നതാ. വാട്ടരോഗം വന്നിട്ടില്ലെങ്കിലേ ഇതുപോലെ മുളക് ഉണ്ടാവട്ടെ ഓരോ ചെടിയിലും. അതിനൊരു ഭാഗ്യം വേണം. അപ്പൊ ഇതൊക്കെ പറിച്ചെടുക്കുക. കണ്ടില്ലേ എന്താ പച്ചമുളക്, അത്യാവശ്യം നല്ല ഉണ്ടാവുന്നുണ്ട്. ഉമ്മതാ അപ്പുറം ഭാഗത്ത് അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഞാനേ നടന്ന് ഇങ്ങനെ ഉള്ളിലൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ തിണ്ടുണ്ട്, ആ തിണ്ടിൽ കയറി പറിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ അങ്ങനെ പറിച്ചു പോവാ. ഇത് കണ്ടിട്ട് ഏതാ പറിക്കേണ്ടത്, കുഞ്ഞോളെ ഇങ്ങോട്ടൊക്കെ നോക്കി മുളക് ഈ ചട്ടിയിലൊക്കെ ഇതൊക്കെ എല്ലാം കാണിച്ചു കൊടുക്ക്. ഇല ഇങ്ങനെ മാറ്റിയാൽ മുളക് ഇങ്ങനെ കാണാം, നല്ല അടിപൊളി പച്ചമുളക്. നമ്മൾ കൊണ്ടുപോയാൽ തന്നെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. മുളകിന് ആവശ്യക്കാർ ഇഷ്ടം പോലെ കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇതൊക്കെ നമ്മള് കർണാടകത്തിൽ നിന്ന് വരുന്ന മുളകൊക്കെ പെട്ടെന്ന് വാടിപ്പോവും. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, അല്ലാതെ വെച്ചാൽ തന്നെ കുറേ നമുക്ക് 2-3 ആഴ്ചക്ക് കറക്റ്റ് സുഖമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വാങ്ങിക്കുന്നൊക്കെ 1 കിലോ തന്നെ വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ മുളകൊന്നും ആവില്ല. മറ്റേത് നമ്മൾ അധികം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ 100 ഗ്രാം മുളകല്ലേ വാങ്ങിക്കുക. അത് വാങ്ങിച്ച് 2 ദിവസം കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് ചുങ്ങിപ്പോ, ഇങ്ങനെ ചുരുങ്ങിപ്പോയിട്ട് വേഗം വാടി വരും. ഇതൊരു കുഴപ്പമില്ല, നല്ല ഉറപ്പുണ്ട് മുളകിന്. ഇവിടെയൊക്കെ പറിച്ചെടുക്കട്ടെ. ഇതൊക്കെ മൺചട്ടിയിലാട്ടെ, ഈ ഭാഗത്തൊക്കെ നമ്മൾ മൺചട്ടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് പോയല്ലോ. അപ്പൊ ഞാൻ നമ്മളെ ബീൻസ് അവിടെ വെച്ചിട്ട് ആ ബേസനും കൂടെ എടുത്തത്. ബേസനല്ല നമ്മൾ മുറന്ന് പറയും, പ്ലാസ്റ്റിക്കിന്റെ ചെറിയ ടൈപ്പ് മുറം. ഞങ്ങളെ പറിച്ചെടുക്കട്ടെ. ഇവിടെ കണ്ടില്ല നമ്മൾ അസോളയിൽ പിന്നെയും വെള്ളം കുറയുന്നുണ്ട്. അസോളിന്റെ ആ ഷീറ്റിന്, ഒരൊറ്റ ഷീറ്റിന് ചെറിയ ലീക്ക് വരുന്നുണ്ട് അതിലേന്ന്. പിന്നെ ഈ ചട്ടിയൊക്കെ മാറ്റിയിട്ട് അറിയുള്ളൂ. അപ്പൊ അതുവരെ നമ്മൾ വെള്ളം നിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. മിനിഞ്ഞാന്ന് നിറച്ച്, ഇന്നലെ പിന്നെയും വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ പിന്നെ മഴ പെയ്തോളും. കുറച്ച് മുളക് അമ്മ ഭാഗത്ത് അങ്ങനെ പറിച്ചു വരുന്നുണ്ട്. എങ്ങനെയായാലും വിളവെടുപ്പ് ഒരു രസമാണ്. ഇവിടെ പറിക്കാണ്ട് ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് പണിയാണ്, ഇവിടെ നിൽക്കാൻ ഗ്യാപ്പിൽ ഇപ്പോഴാണ് അങ്ങോട്ട് ഇറങ്ങിയത്. ഞാൻ തിണ്ടിൽ നിന്ന് അങ്ങനെ പറിച്ചതാണ്. ചെടി ഇങ്ങോട്ട് അങ്ങനെ മാറ്റി പിടിക്കണം, എന്നാലും നമുക്ക് കറക്റ്റ് കാണുന്നുള്ളൂ. മുളക് ഇങ്ങനെ കുത്തനെ നിന്നിട്ട് താഴേക്ക് നിന്നിട്ട് മുളക് നമുക്ക് ഇനിയും പറിക്കാനുണ്ട്, പക്ഷെ കൊടുക്കാൻ ഇത്ര മതി. കുറെ പറിച്ചിട്ട് കാര്യമില്ല. വീട്ടിലൊക്കെ ഇനി ഇഷ്ടംപോലെ മുളക് സ്റ്റോക്കാണ് നമുക്ക്. ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞേക്കാം കേട്ടോ. ഉമ്മ കോവക്ക പറിക്കാൻ പോയിക്കണേ, താഴെ വീണോ. എന്താ മുളക് നോക്കി. ബീൻസ് പിന്നെ നമ്മൾ ഉപ്പേരിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഇനി കോവക്ക പറിക്കാം. വാ, ഉമ്മ എന്താ കോവക്കൻ്റെ അവിടെ നിർത്തൂല, സ്റ്റൂളിൽ കയറി പറിക്കാം. ഉമ്മ കോവക്കൻ്റെ അടിയിൽ നിന്ന് നോക്കി, എന്താ വെച്ചാൽ കുറച്ച് ഹൈറ്റ് അല്ലേ നമ്മളെ പന്തല്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കോവക്ക പറിക്കുന്നതിന്റെ ഒക്കെ വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ കോവക്ക പിന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിച്ചിട്ട് നമ്മൾ ചെടിയിൽ നിർത്തരുത്. മൂപ്പായത് നമ്മൾ പറിച്ച് ഒഴിവാക്കണം. ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ചെടിയിൽ നിർത്തരുത്. അതുകൊണ്ടാണ് എന്നാലും വേണ്ട അടുത്ത് ഉണ്ടാവുള്ളൂ. നല്ല ഇത് കുറെ കോവക്ക ഉണ്ടല്ലോ ഇപ്പുറത്ത് മുകളിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ മുറ അങ്ങോട്ട് പിടിച്ചു തന്നെ ഞാൻ എന്നെയും പറിച്ചിട്ട് തരാം. ആദ്യം തന്നെ കോവക്ക വന്നിട്ടേ ഓക്കെ കോവക്ക അപ്പം കഴിക്കും. നമ്മളെ കെങ്ങക്ക് ഞാൻ ഒന്ന് കൊടുത്ത്, പിന്നെ കെങ്ങ ഇടക്കിടക്ക് ഒന്ന് പറിച്ചു വയ്ക്കും. ഇന്ന് പിന്നെ കെങ്ങ സ്കൂളിൽ പോയതുകൊണ്ടാ. കെങ്ങയും ബിയൊക്കെ
കെങ്ങ ഫാൻസ് ഒക്കെ ഉണ്ട് നമുക്കിപ്പോ. സ്റ്റൂൾ ഈ ഭാഗത്തുള്ളത് കുറച്ച് അങ്ങനെ സ്റ്റൂൾ ഇതിന്റെ അടിക്ക് എങ്ങനെ കൊണ്ടുപോവുക അത് കാണിച്ചു കൊടുക്കും. നമ്മളെ ചൈനീസ് കാബേജും മുള്ളങ്കി മേലേക്ക് വന്നില്ലേ കുഞ്ഞുങ്ങളോട് കയറി മുള്ളങ്കി ഒന്ന് കാണിച്ചു കൊടുക്ക്. വഴിയില്ല, അതാണ് നമ്മുടെ അടിയിലൊക്കെ ഗ്രോ ബാഗിൽ നമ്മളെ പച്ചക്കറികളൊക്കെ നട്ടതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഇട്ട് വേണം പറിക്കാൻ. ഇതൊക്കെ നോക്ക് നല്ല വലിയ കോവക്കയുണ്ടമ്മ. ഈ ഉള്ളില് വിലങ്ങി കിടക്കുന്ന കോവക്ക അന്ന് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. നമ്മളെ മുള്ളങ്കി പൊന്തി വന്നിട്ട് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കണം. മുള്ളങ്കിക്ക് ആയിട്ടില്ല, അത് കുറച്ച് പൊന്തി വന്ന് നോക്കണ്ട, മണ്ണം വെക്കണ്ടേ. അല്ല അടിപൊളി. നമുക്ക് 3 മാസം വിളവെടുക്കാനാണ്, പക്ഷെ മുള്ളങ്കിക്ക് ഇടയ്ക്ക് മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടി വരും മുകളിലോട്ട് വരുന്നോണ്ട്. കോവക്ക നോക്ക്, കുട്ടി കരയുന്നുണ്ടോന്നൊക്കെ ഞാൻ സംസാരിക്കാൻ കേട്ടോ. അപ്പൊ കുട്ടി കരയുണ്ടെന്ന് കേൾക്കാം. നമ്മുടെ സ്റ്റൂളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ കോവക്ക ഉണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ നമ്മുടെ വള്ളി കണ്ടില്ലേ, വള്ളി ഇങ്ങനെ ചോലയായിട്ട് വരുന്നുണ്ട്. അടിയിലെ ഗ്രോ ബാഗ് അടുത്ത റൗണ്ട് വെക്കുമ്പോൾ ചിലപ്പോൾ നല്ല ചോല വന്നിട്ട് ഇനി അടിയത്തെ പച്ചക്കറി ചിലപ്പം ക്ലിയർ ആയി കിട്ടൂല. വള്ളി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, അവിടെ കുറച്ച് വെളിച്ചമുള്ളൂ നമ്മുടെ കാബേജ് വെച്ചതിന്റെ ഭാഗത്ത്. ഇതിലൊക്കെ ചീര കാണിച്ചു കൊടുക്കും കുഞ്ഞോളെ. എല്ലാ ചട്ടിയിലും നോക്ക് നമ്മുടെ ബോണസുകൾ. ഉമ്മ സ്ട്രോബെറി നട്ടെ നമ്മുടെ ട്രോളിന്റെ പഴയ ട്രോളിന്റെ ഇതിൽ കണ്ടില്ലേ ചെയ്ത് സ്ട്രോബെറിനെക്കാട്ടിയും കൂടുതൽ ചീര ഉണ്ടായിരിക്കുന്നു. തക്കാളി ഉണ്ടമ്മ പറിക്കാന്? തക്കാളി കുറച്ചുണ്ടാവും. തക്കാളി ചിലപ്പോൾ ഇവർക്ക് തക്കാളിക്ക് റേറ്റ് കൂടിയതുകൊണ്ട് തക്കാളി ഒരാൾ ചോദിച്ചിട്ടുണ്ടോന്നൊക്കെ. പക്ഷെ തക്കാളി നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ വേണം ആവശ്യത്തിന്. ഉണ്ടെങ്കിൽ കുറച്ച് പറിച്ച് വെക്കാം. നമ്മൾ പിന്നെ കുറച്ച് സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ അമ്മ. ഇവിടെ വരുമ്പം എന്താ വാങ്ങിക്കാൻ വരുന്നവർ ചിലപ്പോൾ ഓരോ ഐറ്റം കാണുമ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് നോക്കി. അപ്പം എല്ലാം ഉള്ളത് വിളവെടുക്കും. നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കൊടുക്കും ചെയ്യും. കുറേ കോവൽ അത്യാവശ്യം നല്ല ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ വലുത് തന്നെ പറിക്കാണ്ട്. അപ്പൊ വേഗം പറിച്ചിട്ട് തീർത്തിട്ട് കാണിച്ചു തരാം. എന്താ വെച്ചാൽ കുറച്ച് സമയം പറിക്കാണ്ട്, ഒന്ന് സ്പീഡിൽ ഇങ്ങനെ പറിച്ചു പോകാൻ വയ്യ. പന്തലും ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റൂൾ ഓരോ ഭാഗത്തും വെച്ചിട്ട് വേണം പറിക്കാൻ. കോവക്കായിട്ടേ കുഞ്ഞോള് പുതിയ ഐറ്റം ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം എന്നല്ല, നമ്മള് വഴുതനയൊക്കെ പൊരിക്കൂലേ അതുപോലെ ഇത് നീളത്തിൽ ചെത്തിയിട്ടിട്ട് കുറച്ച് അരിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ എണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കുക. അധികം ഇതാക്കണ്ട, കുറച്ച് എണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ ഒരു വെറൈറ്റിയാണ്. ബിയമോൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കുറേ എടുത്ത് തിന്നു. അപ്പൊ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓവർ ഇങ്ങനെ മുരിയിക്കണ്ട, കുറച്ചൊന്നിങ്ങനെ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്തായി. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേണമെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യാം. കോവക്ക ഉണ്ടല്ലോ നമുക്ക്, അതെങ്ങനെയാണ് സെറ്റ് ആക്കണമെന്നൊക്കെ. എവിടെ അമ്മ തോണ്ടിയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇതാക്കുന്നത് ഞാൻ ഇതെന്താ പ്രശ്നം തന്നെ, ഇവിടെ വിളവെടുക്കുമ്പോൾ നമ്മൾ കാണില്ലെങ്കിൽ താഴെ നിൽക്കുന്നവർക്ക് ഇങ്ങനെ കാണാം. കറക്റ്റ് ബീൻസ് നേരത്തെ കാണാത്ത പോലെ ഒരു വെറൈറ്റി കോവക്ക. നമുക്ക് കോവക്ക ഇങ്ങോട്ട് അവിടെ എന്തോ ഒരു വള്ളി കുടുങ്ങി, എന്ത് കുടുങ്ങി, വലയെ കുടുങ്ങി, നമ്മളെ വലൻ്റെ കുടുങ്ങിയതാ. എവിടെമ്മാ? ഇപ്പൊ നമ്മളിവിടെ ചൈനീസ് കാബേജ് നമ്മളെ കസു ഇതൊക്കെ നട്ട കൂട്ടത്തില് ഉമ്മ 2 തൈകൾ വാങ്ങി കേട്ടോ. ഇതാണ് സംഭവം. ഇത് നമ്മൾ മുന്നേ കോവലിന്റെ വീഡിയോയിൽ കണ്ടിട്ട് ഇതിന്റെ പേര് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടോ, പാക്ചോയ് എന്താ കുഞ്ഞോളെ, ബോക്ചോയോ ബോക്ചോയ് എന്നൊക്കെ പറഞ്ഞ ചൈനീസ് പേരുകളാണ്. ഇതിന്റെ ഇല നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കും. ലെറ്റ്യൂസിനൊക്കെ പെട്ട അതൊക്കെ ഒരു ഐറ്റം തന്നെയാണ്. അതിന്റെ ഇലയാണ് കഴിക്കുക. ഞങ്ങൾക്ക് അതിന്റെ പേര് കറക്റ്റ് അറിയില്ലായിരുന്നു. ഉമ്മക്ക് പേര് അവിടുന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഉമ്മ പേര് മറന്നുപോയി. അങ്ങനെ കറക്റ്റ് പാക്ചോയ് എന്നൊക്കെ അതിന്റെ പേര് നമുക്ക് കമന്റ് നമ്മളെ വീഡിയോ കണ്ടിട്ടൊക്കെ വന്നിരുന്നു. അപ്പൊ ആ സംഭവം എന്തായാലും നമുക്ക് ഇനി വിളവെടുത്ത് നോക്കണം. സാലഡ് ഉണ്ടാക്കി കഴിക്കുക എന്നാണ് നമ്മളൊക്കെ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത്. അതിലങ്ങനെ തന്നെയാണ് അതിന്റെ ഇലകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കല്ലോ കുഞ്ഞോളെ. സംഭവം ഇപ്പൊ നല്ല കരുത്തുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ കൂടെ അതിന്റെ കട്ട് ചെയ്തിട്ടാണ് എന്താണെന്നറിയില്ല, ഇലകൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ അത് 2 ചെടി അതുണ്ട്. നമ്മളെ കാബേജും ചൈനീസ് കാബേജും ലെറ്റ്യൂസും ഒക്കെ ഒരേ മെച്ചപ്പെട്ട സംഭവം തന്നെ. ഒക്കെ ചൈനീസ് സാധനങ്ങളല്ലേ ഇതൊക്കെ. അപ്പം നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കക്കിരി ആവുന്നുണ്ട്, എല്ലാം കൂടെ ഇട്ട് നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. അതിന്റെ വീഡിയോ തന്നെ ചെയ്യും വിളവെടുത്തിട്ടോ. നമ്മുടെ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ നമ്മള് കക്കിരി നട്ടിട്ടുണ്ട്. അവിടെ ഉണ്ടല്ലോ, അവിടെ കുറച്ച് വലുപ്പമുള്ളതാണല്ലോ അമ്മ. അപ്പൊ അങ്ങനെ കുറച്ചൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഐറ്റം ഇവിടെ കൊണ്ടുവച്ച് തരും കേട്ടോ.
കോക്കനിയും പറിച്ചുകൊണ്ട് ആവശ്യത്തിനുള്ള പറിച്ചു വെക്കാം. ചിലപ്പോൾ ഒക്കെ കോവൽ ചിലപ്പോൾ വാടും. എനിക്ക് കുറച്ച് ഉരുണ്ട് വരുന്ന കുറച്ച് ചീരയും കൂടെ പറിക്കണ്ടേ, അതും കൂടെ കട്ട് ചെയ്തിട്ട് വരാം. ഇതൊക്കെ ഇന്ന് കൊടുക്കാനുള്ള ഐറ്റാട്ടോ, അതിനുള്ളതേ പറിക്കുന്നുള്ളൂ. അതാ കൂടുതൽ പറിക്കാത്തത്. നോക്കട്ടെ, തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ പറിച്ചു വെക്കണം. അപ്പോൾ ഇതാ നല്ല പച്ച ചീരയാണ് കേട്ടോ, ചുവപ്പ് കുറവാലമ്മ. നമ്മൾ 2 ദിവസം മുന്നേ കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ, ചീര പൊട്ടി ഉണ്ടാകുന്നുണ്ട്. എല്ലാത്തിനും സ്ലറി ഇങ്ങനെ വേണം. ചീരയ്ക്ക്, ക്യാബേജിന്, അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഇല പൊട്ടൂല്ലോ, ഞാൻ നോക്കി നോക്കി പോവുള്ളൂ. ചൈനീസ് ക്യാബേജൊക്കെ പൊട്ടാതെ പോണ്ടേ. കേബേജ് ഇപ്പൊ അടുത്ത ആഴ്ച നമുക്ക് കേബേജ് വിളവെടുക്കട്ടോ. അതാ നമ്മള് ചട്ടിയിലിട്ടത്. നിതിനുണ്ട്. നിതിന് നമ്മ പുഴയില് ചെക്ക് ഡാമിന്റെ ഷട്ടർ ഊരിയിട്ട് ഒന്നുകൂടെ എന്താ ഷട്ടർ കംപ്ലൈന്റ് ആയിട്ട് മാറ്റി ഇടുന്നുണ്ട്. അപ്പോന് മീൻ പിടിക്കാൻ പോണം. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നൊക്കെ പോണ്ടേ വെച്ചാൽ അപ്പൊ ഞങ്ങൾ എന്തായാലും സമയം ഉണ്ടെങ്കിൽ വീഡിയോയിലൊക്കെ കാണിക്കുക. വൈകുന്നേരം ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു മീൻ പിടുത്തം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് കൂടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടമ്മ. മതി ചീര കുറച്ച് നമുക്കിനി വെയിൽ ഷെൽട്ടറിനുള്ളത് പറിക്കാം. അതായത് അല്ല ചീര ഇപ്പൊ ചീര വാങ്ങിക്കുന്നവർക്ക് ലാഭാട്ടോ. ഒരു വട്ടം കട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇതാ തണ്ട് കുറയും, ഇല കൂടുതലായിരിക്കും. നമ്മൾ അരക്കിലോന്റെ കെട്ടൊക്കെ ആക്കുമ്പോൾ ആദ്യത്തേലും കൂടുതലുണ്ടാവും. ഫസ്റ്റ് നമ്മൾ വെട്ടുമ്പോൾ കുറച്ച് തണ്ട് കൂടുതലായിരിക്കും, ഫസ്റ്റത്തെ ഒരു ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് മാത്രം. ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞോ? ചീര ഉണ്ട് പറയും. അമ്മാണ്ട് ഇവിടെ ആരോ ചീര വേറെ ചോദിച്ചിട്ടില്ലേനോ? ചീര കട്ട് ചെയ്യുന്നൊക്കെ ആരും ചോദിച്ചിരുന്നു. മുമ്പ് അറിയും 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തായാലും പോലെ വരില്ല, അങ്ങനെ മറന്നു പോണാണ്. അപ്പൊ എന്തായാലും 1 കിലോക്ക് എന്തായാലും ഓർഡർ ഉണ്ട്. അത് ചോദിച്ചു നോക്കാം, നമുക്ക് കട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഈ പോലീസിൽ നിന്ന് പറിക്കാം. തക്കാളി ഉണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ച് തക്കാളി കൂടെ പറിച്ച് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്ന് കൊടുക്കാനുള്ള പച്ചക്കറികളൊക്കെ ആയിട്ടുണ്ട്. എന്നും ഇതുപോലെ വിളവെടുപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ആകുമ്പോൾ നമ്മൾ ആകുന്ന ഐറ്റംസ് ഇതേപോലെ പറിച്ചു വെക്കും. ആവശ്യക്കാർ വന്നിട്ട് നമ്മുടെ ഫാമിലി വന്നിട്ട് കൊണ്ടുപോകും. ഇതിപ്പോ തുടക്കമാണ്, ഇനി അങ്ങോട്ട് കൂടുതലായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ല 1000-ഓളം കേബേജും 500-ഓളം കോളിഫ്ലവർ ഇതൊക്കെ നട്ടതുണ്ട്. പിന്നെ അതിൻ്റെ പച്ചമുളക് വീണ്ടും നട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അത് പയറ് ഇതെല്ലാം ആയി വരുന്നുള്ളൂ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇനി എപ്പോഴും നമ്മുടെ ഫാമിലി വന്നാൽ പച്ചക്കറികളൊക്കെ എല്ലാവർക്കും തന്നെ കൊണ്ടുപോകാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില്. ഇനി ഇതൊക്കെ എന്ത് ചെയ്യുക, ഓരോരുത്തർ വരുമ്പോൾ ഉമ്മയും കുഞ്ഞോളും എടുത്തു കൊടുത്തോളും. ഞാൻ എന്ത് ചെയ്യുക, ഇന്ന് അടുത്ത പണിക്ക് പോട്ടെ. ഇന്ന് നമുക്ക് ബയോഗ്യാസിന്റെ സ്ലറി കോരി എടുക്കാറുണ്ട് നമ്മൾ ടാങ്കിൽ നിന്നൊക്കെ. അത് കൊണ്ടുപോയിട്ട് നമ്മൾ ചാണകം കൂട്ടിയിടത്ത് കൊണ്ടുപോകാണ്ട്. അപ്പം അടുത്ത പണി എനിക്ക് അതാണ്. ഇപ്പം നിധിയും വിളിക്കുന്നുണ്ട്. അതിനാണ് പണിക്കായിട്ട് വന്നിട്ടുള്ളത്. വീഡിയോ ഇവിടെ നിർത്താണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം.